ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ നാട്ടിലെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ റബ്ബർ തോട്ടത്തിനകത്തൂടെ പോകുന്നത് തീർത്ഥങ്കര എന്ന സ്ഥലത്തേക്കാണ്. തീർത്ഥങ്കര എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കിള്ളിയാറിൻ്റെ ഉത്ഭവം തീർത്ഥങ്കര എന്ന സ്ഥലത്താണെന്ന് പറയപ്പെടുന്നു. നിങ്ങൾ കിള്ളിയാറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആറ്റുകാൽ പൊങ്കാലയും കിള്ളിയാറിനെ പറ്റിയും കേൾക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. അതെ, ആറ്റുകാൽ ദേവി കിള്ളിയാർ പുഴ കടന്നാണ് ആറ്റുകാലിൽ വന്നതെന്ന് ചരിത്രം പറയുന്നു. അതേ കിള്ളിയാറിൻ്റെ ഉത്ഭവവും ഈ തീർത്ഥങ്കരയിൽ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഉത്ഭവസ്ഥാനം കാണിക്കുന്നില്ല, അതിൻ്റെ തൊട്ടടുത്ത് വരെയാണ് പോയിട്ടുള്ളത്. മറ്റൊരു ദിവസം നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പോൾ കിള്ളിയാറിൻ്റെ തീരത്ത് കൂടെ നമ്മളൊരു പറമ്പിലേക്ക് കയറുന്നു. അപ്പോൾ കിള്ളിയാറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. ഉത്ഭവസ്ഥലം പിന്നീടൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. കണ്ടില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് റബ്ബർ തോട്ടമാണ്. ഈ കാണുന്നതാണ് കിള്ളിയാറെന്ന് പറയുന്നത്. കിള്ളിയാറ് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കേട്ടോ വലിയ ആറായി മാറുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു തോടിൻ്റെ ആ ഒരു രൂപത്തിലാണ് കിള്ളിയാറ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ പിന്നെ വേനൽക്കാലവും കൂടെ ആയതുകൊണ്ട് ആറ്റിൽ തീരെ വെള്ളമില്ല, കുറച്ചേ വെള്ളമുള്ളൂ. ഈ കാണുന്ന ഈ തോടാണ് പിന്നീട് വലിയൊരു കിള്ളിയാറ് എന്നുള്ള ഒരു ആറായി മാറുന്നത്. വേനലായിട്ട് കൂടെയും ആ ഒരു കിള്ളിയാറിൻ്റെ തീരത്തൂടെ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ രണ്ട് സൈഡും പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ, കണ്ണിന് കുളിർമയേകുന്ന ആ ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴമയുടെ ഒക്കെ ഒരു പ്രതീകം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ മറ്റൊരു ദിവസം ഞാൻ കിള്ളിയാറിൻ്റെ ഉത്ഭവ സ്ഥലമായിട്ടുള്ള കരിഞ്ചാത്തി മൂലയിലേക്കും തീർത്ഥങ്കരയിലേക്കും ഒക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.